Yes, Sonia, good afternoon. Yes, let us start. Okay. Good afternoon to all. Let us start. Okay. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടെൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അവിടെയാണ്. സിമ്പിൾ പ്രസന്റ് ആൻഡ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞപ്പോൾ ഹാബിറ്റഡ് ആക്ഷൻ എന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ സംഭവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസാണ്. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു തന്നില്ലേ? സോണിയ, നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സെൽഫ് ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞില്ലേ? സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നോ? ഓർക്കുന്നില്ല. ഇനി ഇവിടെ ഉള്ളതിൽ ആരെങ്കിലും അഫ്സലഫി സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നില്ല. ഓക്കെ 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 ഓക്കെ. അപ്പൊ അന്ന് അതിനെ കുറിച്ച് നമുക്കിന്ന് പറയാം. സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ ചോദ്യമാണ് പ്ലീസ് ഗിവ് an introduction about yourself. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഒന്ന് പറയാൻ പറയുന്നു. അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് പറയേണ്ടി വരും. പേരെന്താണ്, എവിടെ നിന്ന് വരുന്നു, എവിടം വരെ പഠിച്ചു, എന്താണ് നമ്മുടെ ഹോബി, എന്താണ് നമ്മുടെ എയിം, ഈ ജോലിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജോലി ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന കേസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു തന്നെ സോണിയത്. ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്യും? യെസ് യെസ് യെസ്. ആ ഓക്കെ ഓക്കെ ഓക്കെ. രഞ്ജിത, നമ്മളത് പറഞ്ഞതാണ് എല്ലാവരോടും. നിങ്ങളത് പറഞ്ഞായിരുന്നോ? തിരിച്ചിങ്ങോട്ട് പറഞ്ഞായിരുന്നോ സെൽഫ് ഇൻട്രൊഡക്ഷൻ? രഞ്ജിത? യെസ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. എന്നാൽ പോകട്ടെ. യെസ് യെസ്. ആ ഓക്കെ 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 ഓക്കെ.
അപ്പൊ ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു ടെൻസിലേക്കാണ്. ഓക്കെ ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലല്ലോ രഞ്ജിത. ഓക്കെ രഞ്ജിത, ഓക്കെ 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 ഓക്കെ, റെഡി റെഡി റെഡി. യെസ്, അപ്പൊ നമ്മൾ ഇന്ന് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ടെൻസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സാധാരണഗതിയിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അതിന് എഴുതേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് എഴുതും, അത് കഴിഞ്ഞതിന് ശേഷം വിൽ അല്ലെങ്കിൽ ഷാൽ എഴുതും, അത് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബ് എഴുതും, ആ വെർബിന്റെ കൂടെ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ്, ആ വെർബിന്റെ കൂടെ പ്രസന്റ് ടെൻസ്. ഓക്കെ 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 രഞ്ജിത, റെഡി റെഡി റെഡി. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞതാണ്. അപ്പൊ ഇനി പറയാൻ നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഉണ്ട്. ജസ്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് നമുക്ക് വരാം. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതിനെ കുറിച്ച് പറയുന്നില്ല. പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് നമുക്ക് വരാം. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന പ്രവൃത്തി, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് കണ്ടിന്യൂസ് ടു ഡിനോട്ട് പ്രസന്റ്ലി വാട്ട് ഈസ് ഗോയിങ് ഓൺ, ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് പറയാം, ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ. ഐദർ ഈസ് ആം ആർ. ഒന്നുകിൽ ഈസ് എഴുതുക, അല്ലെങ്കിൽ ആം എഴുതുക, അല്ലെങ്കിൽ ആർ എഴുതുക. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെർബ് എഴുതുന്നു, ആ വെർബിന്റെ കൂടെ ING ചേർക്കുന്നു. ഇതിനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ്, അതിന്റെ കൂടെ ING. സബ്ജക്റ്റ്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ, വെർബ്, പിന്നെ അതിന്റെ കൂടെ ING. ഇതിനെയാണ് നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നുകൂടെ വാചകങ്ങൾ ജസ്റ്റ് വെറുതെ നോക്കി പോവാം. സബ്ജക്റ്റ് ഷീ എന്ന് പറയുന്നത്, ഷീയുടെ കൂടെ എന്ത് വരും? ഈസ് വരും. ഷീ ഈസ്. റീഡ്, അതിന്റെ കൂടെ ഒരു ING കൂടി ചേർക്കുക. ഷീ ഈസ് റീഡിങ്. ഉണ്ടോ? ഷീ ഈസ് റീഡിങ് എ ബുക്ക്. കറക്റ്റായി. ഇനി അടുത്ത വേറൊരു വാചകം നമുക്ക് പറയാം. ദേ സബ്ജക്റ്റ് ആണ്, ദേയുടെ കൂടെ എന്ത് വരും? ആർ. ദേ ആർ. റൺ എന്നതിന്റെ കൂടെ ING വിളിച്ച് ദേ ആർ റണ്ണിങ്. ഓക്കെ, ദേ ആർ റണ്ണിങ്. ഇനി അടുത്തൊരു സബ്ജക്റ്റ് ഞാൻ പറയുകയാണ് ഐ. അപ്പൊ രഞ്ജിത പറയുന്നു ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഓക്കെ ഓക്കെ രഞ്ജിത, കറക്റ്റ് ആണ്. ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ. യെസ്, ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം. ഐ സബ്ജക്റ്റ് ആയിട്ട് വരും. ഐ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ആം വരുള്ളൂ. ഈസും വരില്ല, ആറും വരില്ല. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഇപ്പൊ സബ്ജക്റ്റ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ്, അതിന്റെ കൂടെ ഈച്ച്. അപ്പൊ സോണിയ പറയുന്നു ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ശരിയാണ്, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ. ശരിയാണ്. ഇത് നിങ്ങൾക്കറിയാവുന്ന രണ്ട് വാചകങ്ങള്, സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, വെർബ് പ്ലസ് ING. ആ പാറ്റേൺ ഒന്ന് പറഞ്ഞ്. ഒരു സബ്ജക്റ്റ് എഴുതുക, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ ഈസ് എഴുതുക, അല്ലെങ്കിൽ ആം എഴുതുക, അല്ലെങ്കിൽ ആർ എഴുതുക, പിന്നെ വെർബ് എഴുതുക, അതിന്റെ കൂടെ ING ചേർക്കുക. യെസ്. അപ്പൊ ആദ്യം പറയുന്നു ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ശരിയാണ്, ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. രഞ്ജിത പറയുന്നു ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അത് കറക്റ്റ് ആണ്, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. യെസ്, ദേ ആർ പ്ലേയിങ് ക്രിക്കറ്റ്. ഇനി ഓക്കെ, അപ്പൊ രഞ്ജിതനോട് ചോദിക്കട്ടെ, ഐ സബ്ജക്റ്റ് ആയി കഴിഞ്ഞാൽ ഐയുടെ കൂടെ വരുന്നത് എന്താണ്? ഈസാണ്, ആമാണ്, ആറാണ്? ആമാണ് വരുള്ളൂ അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. ഐ കഴിഞ്ഞിട്ട് ഈസ് വരില്ല.
വരില്ല അല്ലേ? നോ നോ നോ. അപ്പൊ സോണിയ, ഇംഗ്ലീഷ് അക്ഷരമാലയില് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9ാമത്തെ അക്ഷരമായിട്ട് വരും. അത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാണ് ഐ. നിങ്ങളൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ, ഓക്കെ അഫ്സൽ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാണ് ഐ എന്നൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു സോണിയ. Ninth letter of English. Ninth letter of English alphabet. I. വലതു വന്നില്ലല്ലോ. Ninth letter of English alphabet ആണ് സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരം ആകുന്നു. സാധനം പറഞ്ഞേ. ഈസും ആമും ആറും അതിന്റെ അർത്ഥം ആകുന്നു എന്നാണ്. അല്ലെങ്കിൽ ഐ എന്നുള്ളത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 9ാമത്തെ അക്ഷരമാണ്. രഞ്ജിത എന്ന് പറഞ്ഞു നോക്കി. I is the 9th letter of English alphabet. അല്ലേ? ഐ കഴിഞ്ഞിട്ട് ഈസ് വരുന്നു, ഈസ് വന്നല്ലോ. ഐ കഴിഞ്ഞിട്ട് ഈസ് വരുന്നു ഞാൻ ചോദിച്ചത് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ഇപ്പൊ പറഞ്ഞപ്പോ ഐ കഴിഞ്ഞ് ഈസ് വന്നില്ലേ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ജസ്റ്റ് ഫോർ ഫൺ. അപ്പൊ അതായത് അപ്പൊ അത് ആ ഐ എന്നുള്ള ഇൻപെട്ട് കോമൻ ഇട്ടാൽ മതി. കാരണം അവിടെ ഐ എന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞാൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഒരു ലെറ്റർ എന്നുള്ള രീതി. ഐ ഈസ് ദ 9th ലെറ്റർ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ ഈസ് ദ ലെറ്റർ ദാറ്റ് കംസ് ആഫ്റ്റർ എച്ച്. എച്ചിന് ശേഷം വരുന്നത് ഐ ആണ്. അങ്ങനെ നമുക്ക് പറയാം ഐ ഈസ് ദ ലെറ്റർ ദാറ്റ് കംസ് ആഫ്റ്റർ എച്ച്. ഓക്കെ 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 ഓക്കെ. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാചകങ്ങളൊക്കെ കറക്റ്റ് ആണ്. സബ്ജക്ട് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകളിലേക്ക് നമുക്ക് പോകാം. നെഗറ്റീവ്. അപ്പോ ഇതിന്റെ തന്നെ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? ഈസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആറ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് കൂടി ചേർന്ന്, ഒരു നോട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? നെഗറ്റീവ് ആയിട്ടുള്ള വാചകമായിട്ട് മാറും. നമ്മളൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാല് ഷീ ഈസ് ഗോയിങ്, അത് നെഗറ്റീവ് ആക്കാനായിട്ട് ഷീ ഈസ് നോട്ട് ഗോയിങ് ഉണ്ടോ? ഷീ ഈസ് നോട്ട് ഗോയിങ്. ഐ ആം റീഡിങ്, ഐ ആം നോട്ട് റീഡിങ്. She is jumping, she is not jumping. They are looking, they are not looking. അപ്പോ തന്നിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന വാചകത്തിന്റെ നെഗറ്റീവ് ടൈപ്പ് വാചകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഓക്സിലറി വെർബിന് ശേഷം ഏതൊക്കെ? ഈസ്, ആം, ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബിന് ശേഷം എന്ത് ചേർക്കുക? ഒരു നോട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയുള്ള ഒന്നൊരു വാചകങ്ങൾ എന്ന് പറഞ്ഞു നോട്ട് ചേർത്ത്. ഓക്കെ, സ്വാമി അല്ലാതെ നോട്ട് ചേർത്തില്ല, നോട്ട് കൂടി ചേർക്കുക. ഐ ആം നോട്ട് വാക്കിംഗ്. നമ്മൾ നെഗറ്റീവ് ആണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു നോട്ട് കൂടി ചേർക്കുക. ഐ ആം നോട്ട് വാക്കിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ആരെങ്കിലും? He is not an introvert. ഓക്കെ ഓക്കെ. ഹി ഈസ് നോട്ട്, ശരിയാണ്. സോണിയ പറയുന്നു ഷീ ഈസ് നോട്ട് റീഡിങ്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ഷീ ഈസ് നോട്ട് റീഡിങ്, കറക്റ്റ് ആണ്. ദേ ആർ നോട്ട് സ്റ്റഡിയിങ്. അഫ്സൽ, ഓക്കെ ഓക്കെ, അത് കറക്റ്റ് ആണ്. ദേ ആർ നോട്ട് സ്റ്റഡിയിങ്. ദേ ആർ നോട്ട് കമ്മിങ്. രഞ്ജിത പറയുന്നു ദേ ആർ നോട്ട് കമ്മിങ്. ഷാരോ, രഞ്ജിത, ഓക്കെ ഓക്കെ. ആദ്യം പറയുന്നു ഹി ഈസ് നോട്ട് പ്ലേയിങ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഹി ഈസ് നോട്ട് പ്ലേയിങ്, അത് കറക്റ്റ് ആണ്. യെസ്.
വേറെ ആർക്കെങ്കിലും? ഓക്കെ, അപ്പോ നിങ്ങൾക്കത് മനസ്സിലായി. പ്രസന്റ് കണ്ടിന്യൂസിന്റെ പോസിറ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഫാമിൻ പറയുന്നു ഹി ഈസ് നോട്ട് റീഡിങ്. ഓക്കെ, കറക്റ്റ് ആണ് ഫാമിൻ. ആതിര പറയുന്നു വി ആർ നോട്ട് മീറ്റിംഗ്. ഓക്കെ, ടീം കൂടി വിട്ടാൽ മതി. വി ആർ നോട്ട് മീറ്റിംഗ്. ഓക്കെ, യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളോട് പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസിന്റെ രഞ്ജിത പറയുന്നു ഐ ആം നോട്ട് കുക്കിംഗ് ഫുഡ്. ഓക്കെ രഞ്ജിത. ഇനി അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാചകങ്ങളുടെ പോസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങളും നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങളും പറഞ്ഞു. ഇനി നമ്മൾ മൂന്നാമതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ആ കിടക്കുന്നത് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തന്നെ ഇൻട്രോഗേറ്റീവ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങളിലേക്ക് നമ്മൾ കിടക്കും. അപ്പൊ ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങളിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ആ ഓക്സിലറി വെർബ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയത്. എക്സാമ്പിൾ പറയും, യു ആർ റീഡിങ്, നിങ്ങൾ വായിക്കുകയാകുന്നു. യു ആർ നോട്ട് റീഡിങ്, നിങ്ങൾ വായിക്കുകയാകുന്നില്ല. യു ആർ നോട്ട് റീഡിങ്. ഇനി നമ്മൾ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ വായിക്കുകയാകുന്നോ? വായിക്കുകയാകുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ആ നോട്ടങ്ങട് കളയാം. നോട്ടങ്ങൾ കളഞ്ഞിട്ട് ആ ആർ എന്നുള്ളത് ആദ്യം പറയാം. അപ്പൊ എന്തായി? ആർ യു റീഡിങ്, നിങ്ങൾ വായിക്കുകയാകും. ആർ യു റീഡിങ്. ആർ യു റൈറ്റിംഗ്, നിങ്ങൾ എഴുതുകയാകുന്നു. ആർ യു സെർച്ചിങ്, നിങ്ങൾ അന്വേഷിക്കുകയാകുന്നു. ഈസ് ഷീ സിംഗിങ്, അവൾ പാടുകയാകുന്നു. ഈസ് ഹി ലുക്കിംഗ്, അവൻ നോക്കുകയാകുന്നു. ആം ഐ തിങ്കിങ്, ഞാൻ ചിന്തിക്കുകയാകുന്നു. അപ്പൊ എന്ത് വേണം? ആ നോട്ട് കളഞ്ഞിട്ട് ആം എന്നുള്ള ഓക്സിലറി വെർബ് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നു? അതൊരു ചോദ്യമായിട്ട് മാറുന്നു. പ്രസന്റ് കണ്ടിന്യൂസിന്റെ ചോദ്യമായിട്ട് മാറുന്നു. അപ്പൊ നിങ്ങള് ഈസോ ആമോ ആറോ ആദ്യം പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പോലെ ഇങ്ങോട്ട് ചോദിച്ച് ഒരു ക്വസ്റ്റ്യൻ പോലെയുള്ള വാചകങ്ങൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ അത് ആദ്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ആർ യു റീഡിങ്, ആർ യു ജമ്പിങ്, ആർ യു ലിസണിങ്, ഈസ് ഷീ റൈറ്റിംഗ്, ഈസ് ഹി റൈറ്റിംഗ്, അങ്ങനെ. സൂര്യ പറയുന്നു ആർ യു റെഡി ടു പ്ലേ. അതിനകത്ത് ചെറിയൊരു സംഗതി ഉണ്ട്, ഇതൊക്കെ കുഴപ്പമില്ല, പോട്ടെ. ഓക്കെ, ആർ യു പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് കേട്ടോ. ആർ യു പ്ലേയിങ്. ഓക്കെ 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 ഓക്കെ. ഈസ് ഷീ വാച്ചിങ് ടി വി? ആതിര കറക്റ്റ് ആണ്. അവിടെ ഒരു കാര്യം നമ്മൾ ആദ്യമേക്ക് മനസ്സിലാക്കേണ്ടത് ഈസ് ആം ആണ് മൂന്നിന്റെയും അർത്ഥം ആകുന്നു എന്നാണ്. അത് മൂന്നും പ്രസന്റ് ആണ്. ഓക്കെ, ഈസ് ഇറ്റ് റൈറ്റ്, ഇത് ശരിയാണോ? അത് കറക്റ്റ് ആണ്. പക്ഷെ അത് സിമ്പിൾ പ്രസന്റ് ആയി. അതിന് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ing ഉള്ള വെർബ് ഉപയോഗിക്കാം. ഈസ് ഇറ്റ് റൈറ്റ് ഉള്ളത് കറക്റ്റ് ആണ്, പക്ഷെ സിമ്പിൾ പ്രസന്റ് ആയി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈസും ആമും ആറും ആകുന്നു എന്നർത്ഥമാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ വെർബിന്റെ കൂടെ എന്ത് വേണം? ഒരു ing വേണം. ഈസ് ഇറ്റ് ഗുഡ്, ഇത് നല്ലതാണോ? അപ്പൊ ഗുഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു അഡ്ജക്റ്റീവ് ആണ്. അത് ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് ഇറ്റ് സബ്ജക്റ്റ് ആണ്, അത് അഡ്ജക്റ്റീവ് ആണ്. അപ്പൊ അഡ്ജക്റ്റീവ് ആകുമ്പോൾ നമുക്ക് അത് സിമ്പിൾ പ്രശ്നം പറയാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഈസ് ഇറ്റ് മേക്കിംഗ് ഗുഡ് എന്നാണെങ്കിൽ കറക്റ്റ് ആണ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസിൽ എപ്പോഴും ing കൂടി വേണം എന്നുള്ള കാര്യം ഓർത്തിട്ടാൽ മതി. ഈസ് ഇറ്റ് റൈറ്റ് എന്നുള്ളത് കറക്റ്റ് ആണ്, സെന്റൻസ് കറക്റ്റ് ആണ്. അത് പക്ഷെ പ്രസന്റ് കണ്ടിന്യൂസിൽ വരില്ലെന്ന് മാത്രം പറഞ്ഞു. യെസ്, അടുത്തത്
Are you reading this book again? Are you reading this book again? Correct ആണ് ഫാത്തിമ. Are you reading this book again? വീണ്ടും നിങ്ങൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. ഓക്കെ, കറക്റ്റ് ആണ്. ശരിയാണ് പറഞ്ഞത്. ഓക്കെ. Are you dancing with the stage? നമുക്ക് ഓൺ ആക്കും. ഓൺ ദ സ്റ്റേജ് എന്നായിരിക്കും കേട്ടോ. സ്റ്റേജിന്റെ മുകളിലല്ലേ. Are you dancing on the stage? Okay. Are you dancing with me എന്നാണെങ്കിൽ കറക്റ്റ് ആയി. അല്ലെങ്കിൽ ആർ യു ഡാൻസിങ് വിത്ത് ദം, അവരോട് കൂടെ എന്ന് പറയുമ്പോൾ കറക്റ്റ് ആണ്. വിത്ത് വരുമ്പോൾ കൂടെ എന്നുള്ള കാര്യം കറക്റ്റ് ആണ്. ഓക്കെ. അതെ, കോമൺ ആയിട്ട് കുറച്ച് പ്രിപ്പോസിഷന്റെ അർത്ഥം നിങ്ങൾ ഓർത്തിരിക്കുക. അതായത് നോട്ടിരിപ്പുണ്ടോ കയ്യില്? ആർ യു വെയിറ്റിംഗ് ഫോർ ദ ബസ്, അത് കറക്റ്റ് ആണ്. ആർ യു വെയിറ്റിംഗ് ഫോർ ദ ബസ്, ബസ്സിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ. യെസ്, കറക്റ്റ് ആണ്. ടു എന്ന് പറയുമ്പോൾ എന്നുള്ള അർത്ഥമല്ലേ വരുള്ളൂ. വിത്ത് എന്ന് പറയുമ്പോൾ കൂടെ, ഒപ്പം എന്നുള്ള രീതിയിലാണ് അർത്ഥം വേണ്ടത്. അപ്പൊ അവരോടും കൂടെ, അവരോടൊപ്പം. ഓക്കെ, വിത്ത് ഉപയോഗിക്കാം. യെസ്, ശരിയാണ്. ഇനി ആർ യു പ്രിപ്പയറിംഗ് ഫുഡ്? ഓക്കെ. വെരി ഗുഡ്. ശരിയാണ് ആതിര, കറക്റ്റ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. അപ്പൊ നിങ്ങൾക്ക് അത് ആ ടെൻസിന്റെ അത്ര നമ്മളിത് പറയുന്നുള്ളൂ. ആ ടെൻസിന്റെ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒന്ന് പിടികിട്ടിയത് നമുക്ക് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ്, അതിന്റെ പോസിറ്റീവ് ടൈപ്പ് സെന്റൻസുകൾ പറഞ്ഞു, അതിന്റെ നെഗറ്റീവ് ടൈപ്പുള്ള സെന്റൻസുകൾ പറഞ്ഞു, ഇപ്പോഴതിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇതുവരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് 4 ടെൻസുകളെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ ആൻഡ് പ്രസന്റ് കണ്ടിന്യൂസ്. ഏതിന്റെയാണ് രഞ്ജിത ഉദ്ദേശിച്ചത്? ഫസ്റ്റ് വരുന്ന എക്സാമ്പിൾ അല്ലേ? ഫസ്റ്റ് വരുന്നത് ആം ഐ റീഡിങ്. ചോദ്യത്തിനൊരു എന്താ പറയുക, ലീഗൽ സെൻസ്. ഞാൻ വായിക്കുകയാണോ, ആകുന്നോ, ഞാൻ വായിക്കുക. ആം ഐ റീഡിങ്. ഐയുടെ കൂടെ മാത്രമല്ല ആം വരുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് ആം ഐ എന്ന് പറയാൻ പറ്റുള്ളൂ. യെസ്. അല്ലെങ്കിൽ ആം ഐ ഒബ്സർവിങ് ഹിം, ഞാൻ അവനെ നിരീക്ഷിക്കുകയാകുന്നു. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പൊ രഞ്ജിത, Okay. How are you? I'm fine, sir. Okay, very good. What is your favorite book? My favorite book is Bashir Ad. No. Yes. Okay. You know how to swim? I don't know. You don't know. Okay. What is your favorite sports item? Athletics. Okay. Do you like to cook? Yes, I like to cook. Okay. What is your favorite animal? I'm a cat. I like cat so much. Oh, I like cat so much. It's sentence edible. Okay, കുഴപ്പമില്ല. നന്നായിട്ടുണ്ട്. Okay, very good. In 2 ആതിരയുണ്ട്. ആതിര, യെസ്. Sir. Okay, ആതിര, how are you? I'm fine. Okay, very good. This sound പറഞ്ഞു കേട്ടോ. Okay, very good. Can you dance? Yes, very good, Vichi, very good. Which type of dance you prefer, classic or cinematic? Or which type of dance you prefer? Cinematic dance. Cinematic dance. Okay, very good. When did you last perform
Your dance. In school. In a school. Ah. Okay. Very good. When you dance, which is your favorite song? There may be some fast number songs. Which is your favorite song? Half number songs. Like very much. Hello. Fast number songs like very much. Okay. 1 minute. Okay. Let us start. Continue. Adira is. Okay, sir. ഓക്കെ ഞാനിപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറയണേ, നമ്മൾ ഇന്ന് രാവിലെ കൂടി കറണ്ട് ഇല്ലാത്തതാണ്. ചിലപ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ ചിലപ്പോൾ ക്യാമറ ഔട്ട് ആവും, ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് വന്നതാണ്. യെസ്, ഓക്കെ. അപ്പൊ യു ലൈക്ക് ഫാസ്റ്റ് നമ്പേഴ്സ്. ഓക്കെ. യെസ്, ഡു യു ലൈക്ക് ഷോപ്പിംഗ്? Yes, sir. യെസ്, അതൊക്കെ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ യെസ് ഐ ലൈക്ക് ഷോപ്പിംഗ്, അത് സെന്റൻസ് ആണ്. ഇനി പോട്ടെ. യെസ് എന്ന് പറയുമ്പോൾ ഉത്തരം പറയാനായിട്ടുള്ള പ്രവണത കുറച്ച് കുറയും. അപ്പൊ അങ്ങനെ സെന്റൻസ് യെസ് ശരിക്കും ഐ ഡു ലൈക്ക് എന്നാണ് പറയുന്നത്. അത് പോവാം. ഓക്കെ, ഐ യു ലൈക്ക് ഷോപ്പിംഗ്. വെരി ഗുഡ്. I do like shopping. Okay. Which is your favorite place? Place, sir. Suppose that you get 1 or 2 days free time, where you want to go? Your favorite place? I'm going to Munnar. You like to go to Munnar? Okay. Very good. Okay. അപ്പോ ഇനി ഞാൻ പറയുന്ന കേൾക്കുന്നതായ മാത്രം മതി. യെസ്, കേൾക്കാനല്ലേ പറയുന്നത്? ഓക്കെ. വെരി ഗുഡ്. ഇനി അടുത്തത് ആര്യ മോഹൻ. അല്ല വേണ്ട, സോണിയ ആന്റണി. Yes, sir. സോണിയ ആന്റണിയുടെ നോക്കുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്. യെസ്, ഓക്കെ. So let me ask you one question. Yes, sir. Okay. What is your favorite dessert? Sorry? Dessert. പലഹാരങ്ങൾ. ഇഷ്ടപ്പെട്ട പലഹാരം. Dessert. Jalebi. I like jalebi. Like jalebi very much. Okay. Yes, very good. Can you ride a bike? No, sir, I don't know. You don't know. Can you ride a scooter? Sorry, sir. Sorry. Okay, very good. No problem. Do you like art? Yes, sir, I like art. Okay. Which is your favorite art? Natural beauty. Natural beauty. Okay. അപ്പൊ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം which place that you want to go if you get 2 or 3 days leave? Tekdi. I like going to Tekdi. Have you ever gone to Tekdi? Sorry, sir. Have you gone to Tekdi? One time. One day. Okay. Our Adipalli is also a very natural beauty.
place. Do you like to go to waterfalls? Sir, voice break ആവുന്നുണ്ട്. Clear Okay, ആവുന്നില്ല. ഇവിടെ രാവിലെ ഉണ്ടായില്ല, ചെറിയ പ്രശ്നം. അപ്പോ you like to the place of natural beauty. Yes, sir. Okay. Yes, sir. Adirapalli waterfalls is also a place of natural beauty. Yes, sir. Of course. Do you like the place? Sorry. Do you play? Okay. ചെന്നിട്ടുണ്ടോന്നാണോ ഉദ്ദേശിച്ചത്? അത് മനസ്സിലായില്ല. ഇഷ്ടമാണോ? പോകാൻ ഇഷ്ടമാണോ? എന്തോ? പോകാൻ ഇഷ്ടമാണോ എന്നാണ്. Yes, sir. I like going to Adirapalli. Have you gone there? Sir, also first time I visited that. Yes. Okay. Very good. Okay, Sonia. Very good. Thank you, sir. Okay. ഇനി അടുത്തത് ആതിര കെ. ആതിര കെ. Yes. Adira K. Adira K is not respond. Adira K. Yes, sir. Okay. നേരത്തെ വന്ന ആതിര എസ് അല്ലേ? അതെ sir. Okay. അപ്പൊ ആതിര K. Very good. Adira K, how are you? I am fine. Okay, where are you from? I am from Palakkad. Palakkad. Okay. Very good. Yes. What is your ambition in your life? What is your ambition in your life? I am working at a hospital administration. അതിപ്പോ ചെയ്യുന്നു. വാട്ട് ഈസ് യുവർ അംബിഷൻ? ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതെന്താണ് ആഗ്രഹം? ഹോസ്പിറ്റലിൽ ഗുഡ് വർക്ക് ചെയ്യാൻ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം അല്ലെ? ഓക്കെ. ഇനി അടുത്ത ചോദ്യം ഞാൻ ആതിരയോട് ചോദിക്കുന്നത് എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. എല്ലാവരും ആ വിഷയത്തില് 2-3 വാചകം പറയാം. 2-3 വാചകം നിങ്ങൾ പറയാം. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് സീരിയലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പല വിഷയങ്ങൾ പറയും, നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന ആതിരയോടാണെങ്കിലും എല്ലാവരും അതിന് ഉത്തരം പറയാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങൾ, കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് വിചാരിക്കുക. ഇഫ് യു ആർ അപ്പോയിന്റഡ് ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, നിങ്ങൾ 6 പേര്, അതായത് ഫാഹിം, അഫ്സൽ, ആതിര കെ, സോണിയ, രഞ്ജിത, ഫാത്തിമ ആൻഡ് ആതിര എസ്, നിങ്ങളിൽ 6 പേര് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് വരികയെന്ന് വിചാരിക്കുക. സപ്പോസ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഇതാണ് ചോദ്യം. ഇഫ് ഐ വേർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, നിങ്ങളുടെ ആൻസർ ആരംഭിക്കേണ്ടത് അങ്ങനെയാണ്. ഇഫ് ഐ വേർ ദ ചീഫ്, അതിലൊക്കെ ആലോചിക്കാനുള്ള സമയം തരുന്നത്. ഇഫ് ഐ വേർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഞാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ, പിന്നെ അതിനൊക്കെ രണ്ടോ കാര്യം പറയും. ഞാൻ ഇന്നത് ചെയ്യും, ഇന്നത് ചെയ്യില്ല. യെസ്, അതാണ് ചോദ്യം. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ആലോചിക്കും. ഇഫ് ഐ വേർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഞാനായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സുപെടുത്തിട്ട് ഇത് ഇങ്ങനെയൊന്നുമല്ല, ഇതൊക്കെ ശരിയല്ല എന്നൊക്കെ തോന്നിയിട്ടില്ലേ? ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇത് ഇങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയും നിങ്ങൾക്ക് അത് അധികാരമില്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് സഹിക്കുകയും ചെയ്തിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ചിന്തിക്കുന്നു. ഇഫ് യു ആർ അപ്പോയിന്റഡ് ആസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്, ഒരു സാങ്കല്പിക കഥ പറയുകയാണ്. നിങ്ങളെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചാൽ, ഒരു ദിവസത്തേക്കല്ല മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഓക്കെ, പറഞ്ഞു.
ആതിരയ്ക്ക് ആദ്യം പറഞ്ഞോളൂ. You are appointed as the Chief Minister of Kerala. നിങ്ങളിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആണ് ഐ വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വേർ എന്ന് പറഞ്ഞ് നടക്കാൻ സാധ്യതയില്ല. ഇമാജിൻ ചെയ്യാൻ മാത്രം പറ്റുന്ന സംഗതിയാണ്. ഇഫ് ഐ വേർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. യെസ്. ആതിര പറഞ്ഞോളൂ. ആതിരയ്ക്ക് റെഡി ആയിക്കൊണ്ടിരിക്കണോ? അപ്പൊ ആതിര റെഡി ആവട്ടെ. രഞ്ജിത. പറഞ്ഞോളൂ രഞ്ജിത. രഞ്ജിതയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് വിചാരിക്കും. രഞ്ജിത ആദ്യം എന്ത് ചെയ്യും, രണ്ടാമത് എന്ത് ചെയ്യും, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അപ്പൊ നമുക്ക് ഓക്കെ. അവിടെ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. നോക്കി, ഐ കഴിഞ്ഞാലും വാസന്റെ വരുള്ളൂ. ഐ വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്? നടക്കാൻ പോവല്ല, നടക്കുകയില്ല. നടക്കില്ല. ഓക്കെ ഓക്കെ, നടക്കുകയില്ല. ഓക്കെ ഓക്കെ. അതിനുള്ള നടക്കാനുള്ള സാധ്യത വേണമെങ്കിൽ നടക്കണ്ട. രഞ്ജിത് ഇപ്പൊ അവിടെ വാർഡ് മെമ്പറായിട്ട് മത്സരിച്ച് ജയിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ രഞ്ജിതിനെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയെന്ന് വിചാരിക്കും. പിറ്റേ പ്രാവശ്യം ഇലക്ഷൻ വന്നപ്പോ നല്ലൊരു കാൻഡിഡേറ്റ് നോക്കിയപ്പോ നമ്മുടെ പ്രസിഡന്റിന്റെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഇലക്ഷൻ നിർത്തിയാലോ? അപ്പൊ ചിലപ്പോൾ നിയമസഭയിലോട്ട് മത്സരിപ്പിച്ചു, അതും ജയിച്ചു. അപ്പോ വീണ്ടും 2 പ്രാവശ്യം കൂടി മത്സരിച്ചു, അവിടെയും ജയിച്ചു. അപ്പൊ 3 പ്രാവശ്യം നിയമസഭയിലെത്തി. 3ാമത്തെ പ്രാവശ്യം എത്തിക്കഴിയുമ്പോൾ രഞ്ജിതയുടെ പാർട്ടിക്ക് തന്നെയാണ് ഭൂരിപക്ഷം. അപ്പോ ഒരു വനിതാ മുഖ്യമന്ത്രി വേണം. എന്താ രഞ്ജിത ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാലും നടക്കാൻ സാധ്യതയുണ്ടോ രഞ്ജിത? സാധ്യതയുണ്ട്. അതിനാ വൈവാസ് എന്ന് പറയേണ്ടി വരും. നടക്കാൻ സാധ്യത ഇല്ലെങ്കിലാണ് നമുക്ക് ഐ വേറെ പറയാൻ പറ്റുള്ളൂ. ഐ വേറെ തന്നെ പറഞ്ഞു. ഓക്കെ 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 ഓക്കെ. Continue, Rajita. Okay, fine. If I were the Chief Minister of Kerala, I give first preference to tar every road. Okay. അപ്പൊ എല്ലാവരോടും കൂടെ പറയുന്നത് ആദ്യം ആതിരയ്ക്ക്. ഓക്കെ ആതിര, ഞാൻ തരാം, ചാൻസ് വരുന്നുണ്ട്. ഓക്കെ, ആദ്യം റോഡ് ക്ലിയർ ആക്കുന്നതാണ് രഞ്ജിത കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ഓക്കെ, വെരി ഗുഡ്. ബാക്കി പറഞ്ഞു. Road are increasing. Every human being's life are spending road. Yes. Next preference I give to every employment opportunity everyone. Yes. Okay. 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 Yes. Okay. Then employment opportunity. Regular pensions to the pensions to every 60 above 60 years old. Yes. Giving pension. Okay. അത് റെഗുലർ ആയിട്ട് കൊടുക്കും. 3-4 മാസം കൂടുമ്പോഴല്ല, റെഗുലർ ആയിട്ട് കൊടുക്കും. ഓക്കെ ഓക്കെ. Then every schools I will give high-tech school. Yes, every school will be trained into high-tech school. Very good. Smart school. Very good. Yes. And every district have an airport facilities. Every district with the airport.
ഓ അപ്പൊ 14 എയർപോർട്ട് In our വരുന്നുണ്ട്. Very good. Yes. in our Okay. Carry on. an airport. That's all. Yes. Okay. That is all. Okay, Ranjita. Very good. റീന, നമ്മളിവിടെ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീനയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കി നിയമിച്ച റീന എന്ത് ചെയ്യും? ഇതാണ് ചോദ്യം. അപ്പൊ ആലോചിച്ചോളൂ. ഓക്കെ. അഫ്സൽ ഹഫീ. യെസ്, അഫ്സൽ ഹഫീ ഈസ് ഗെറ്റിംഗ് റെഡി എന്ന് വിചാരിക്കാം. ഫാഹിം. Yes, sir. Okay, very good, Fahim. Suppose that you are appointed as a Chief Minister of Kerala. അപ്പോ ഫാഹിം ആ മുഖ്യമന്ത്രി കസേരയിൽ ആദ്യം ചെയ്ത കാര്യം ഇവിടെ നമ്മുടെ രഞ്ജിത പറഞ്ഞു, ആദ്യം ഷീ വിൽ മേക്ക് ദ റോഡ് ക്ലീൻ, ഷീ വിൽ പ്രൊവൈഡ് പെൻഷൻ ടു ദ പേഴ്സൺസ് അബവ് 60 years of old, and she will give importance to the eradication of poverty, and she will turn every school into a smart school. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് രഞ്ജിത പറഞ്ഞത്. ഫാഹിം വേറൊരു മുഖ്യമന്ത്രി സ്റ്റൈൽ. ഫാഹിം ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? I am helping the poor people. Yes. And provide to poor children quality education. Yes. ബാക്കി പറഞ്ഞോളൂ. You will help the poor people. You will give quality education to the poor people. Okay. മുഖ്യമന്ത്രിയാണ് ഫാഹിം. വെറുതെ ആലോചിച്ച് നോക്കി, കൊടി വെച്ച കാറില് മുഖ്യമന്ത്രിയായിട്ട് ആ നിങ്ങളുടെ സ്വന്തം നാട്ടിലൂടെ ഇങ്ങനെ പോകുന്നത്, മുമ്പിലും പുറകിലും പോലീസൊക്കെ ആയിട്ട് വരുമ്പോ ആളുകളുടെ റോഡിൽ ഇരുവശങ്ങളിൽ നിന്ന് അസൂയോടുകൂടി നോക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അത് കഴിഞ്ഞ ശേഷം തൊട്ടടുത്ത് സജ്ജമാക്കിയിരുന്ന സ്റ്റേജിൽ കയറിയിരുന്നുകൊണ്ട് നയപരമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത്, പറയുന്നത്. യെസ്, ആളുകൾ ഓരോ പരിപാടി കഴിയുമ്പോഴും ഓരോ വാക്കിന് കൈയടിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ഇമാജിൻ ചെയ്യും. എന്നിട്ട് അങ്ങനെ പറയാം. ഓക്കെ, ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല ദാരിദ്ര്യം കുറക്കും, അല്ലെങ്കിൽ ഇത് കുറയ്ക്കും, പാവങ്ങളെ സഹായിക്കും, അതൊക്കെ പറഞ്ഞതൊക്കെ ഓക്കെ. അത് റെഡിയായി. I am the financial problem exchanging the people. തുടക്കം കിട്ടിയില്ല, തുടക്കം ഞങ്ങൾ കേട്ടില്ല, എന്നിട്ട് പറഞ്ഞ. I am the financial problem, the exchange their people. ഓക്കെ. ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കുന്നതാണ് ഉദ്ദേശിച്ചത്. അതെ. ഓക്കെ. അപ്പൊ ഞാനപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ. എല്ലാവരോടും കൂടിയാണ് ഒരു ചോദ്യം. ഈ വിഷയം നമ്മൾ കഴിഞ്ഞിട്ടില്ല, ഈ വിഷയത്തിലോട്ട് നമ്മൾ വരാം. ചോദ്യം ഇതാണ്: ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് നോട്ട് അടിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് പറയുമ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോട്ട് അടിക്കുന്നു. പൈസ ഇല്ലാത്തതാണല്ലോ രഞ്ജിത നമ്മുടെ എല്ലാവരുടെയും ബുദ്ധിമുട്ട്. ഈ ഗവൺമെന്റ് നോട്ട് അടിച്ചിട്ട് ഒരു 15-25 ലക്ഷം രൂപ വീതം ഒരു സൂട്ട് കേസിലാക്കി എല്ലാ വീടുകളിലും എത്തിച്ചേരുമെന്ന് വിചാരിക്കും. അപ്പൊ ഫിനാൻസ് മിനിസ്റ്റർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് പറയുന്നു, നോട്ട് അടിക്കാൻ പറയുന്നു. നോട്ട് അടിക്കുന്നു. നോട്ട് അടിച്ചതിന് ശേഷം എല്ലാ വീടുകളിലും ഒരു വ്യത്യാസം കൂടാതെ എല്ലാ വീടുകളിലും ഒരു 25 lakhs rupees വെച്ച് എത്തിച്ചു തരുമെന്ന് വിചാരിക്കും എല്ലാവരും വീടുകളിൽ. ഇനിയാണ് എന്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ ദാരിദ്ര്യം മാറും. ഫാത്തിമ, എന്ത് തോന്നുന്നു? ഫാഹിം, ഞാൻ അങ്ങോട്ട് വരാട്ടോ, ഒരു മിനിറ്റ്. ഫാത്തിമ. Yes, sir. അപ്പൊ ഇന്ത്യയിലെ ദാരിദ്ര്യം മാറി ഇന്ത്യ എല്ലാവരും സമ്പന്നരാകും? Maybe, but I'm not agree with that. I am not agreeing with that. ഫാത്തിമയുടെ സബ്ജക്ട് ഏതായിരുന്നു?
എന്ത് സാർ? ഫാത്തിമ പഠിച്ചേക്കുന്ന സബ്ജക്ട് ഏതായിരുന്നു? ഞാൻ ഹ്യൂമാനിറ്റീസ്. അപ്പൊ അതുകൊണ്ടാണ് എഗ്രി ചെയ്യാത്തത്. കാരണം വെച്ചാൽ ഇതിന്റെയൊക്കെ പല ഇതിലൂടെ ഒക്കെ കയറി കയറി പോയിട്ടുണ്ട്. എവിടേക്കോ എന്തൊക്കെയോ ഒക്കെ. ഇക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവൂല കൂട്ടത്തില്? ഓ ഇക്കണോമിക്സ് പഠിച്ചിട്ടുണ്ടാവും കൂട്ടത്തില്? യെസ്. അതാണ് ഫാത്തിമ കയറി എഗ്രി ചെയ്യാതെ ഇരുന്നത്. ഓക്കെ ഫാത്തിമ, ഞാൻ വരാം. ഓക്കെ റീന, എന്ത് തോന്നുന്നു? Sir, I have some time, please. Give me some time. You need some time. Okay. You take time. Okay. Okay. Adira, yes. Hello, sir. എങ്ങനെ പറയുന്നു? നമുക്ക് എല്ലാവരും വീടുകളും ഒരു 25 ലക്ഷം രൂപ വെച്ച് പ്രിന്റ് ചെയ്ത് സർക്കാരിനെ കൊണ്ടുവന്നാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുകയും ഇന്ത്യ രാജ്യം വികസിച്ച രാജ്യമായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ചോദ്യം. ഫാത്തിമ എന്നെ സംബന്ധിച്ചില്ല, ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിനൊക്കെ എന്ത് തോന്നുന്നു? കുഴപ്പമൊന്നുമില്ലാത്ത ഐഡിയ ഉണ്ട് സാറേ, അല്ലേ? നോട്ടടിക്കുന്ന സർക്കാരല്ലേ, നമുക്ക് എല്ലാവരും കുറച്ചടിച്ച് തന്നു ചോദിച്ചപ്പോ എന്താ കുഴപ്പമുള്ളത്, അല്ലേ? അങ്ങനെയല്ലേ ചിന്തിച്ചത്? ഓക്കെ. അപ്പൊ അത് കുഴപ്പമില്ല എന്നുള്ളതാണ് ആതിരയുടെ അഭിപ്രായം. ഓക്കെ. സോണിയ ആന്റണി എന്ത് പറയുന്നു? അഭിപ്രായം എന്താണ്? What is your opinion? Sir, I am not agree with that. I am not agree with them. Okay. അപ്പൊ സോണിയയും ഫാത്തിമയും ഒറ്റ റൂട്ടിലാണ് പോകുന്നത്. രഞ്ജിത ഷാരോൺ, how do you feel about this idea? I will not agree with it. I will not agree, അല്ലേ? യെസ്. ഇപ്പൊ 3 പേരായി ഇപ്പൊ സമ്മതിക്കാത്ത ആളുണ്ട്. അഫ്സലഫിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഫാഹിം യെസ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയട്ടെ. റീന ഉൾപ്പെടെ പറഞ്ഞോളൂ. റീനയുടെ അഭിപ്രായം. റീന ചിന്തിക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിക്കാൻ വേണ്ടി കൊടുത്താണ്. യെസ്, ഞങ്ങളൊരു വാല്യുബിളായ ഒരു ഉത്തരമാണ് റീനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, പറഞ്ഞോളൂ റീന. Today my mind totally upset, so I can't prepare. Give me a few times. ഓക്കെ. യു ആർ ഗിവൺ ടൈം. അപ്പൊ ഇന്നത്തെ റീനയുടെ മൈൻഡ് അത്ര ശരിയല്ല, അല്ലെ? അത് കറക്റ്റ് ആണ്. ചില ദിവസങ്ങളിൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവൂല, എന്നാലും ഒരു സുഖം ഉണ്ടാവില്ല, ഒരു കുഴപ്പമില്ല, എന്നാലും ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങിയ ചെറിയൊരു അസ്വസ്ഥത. യെസ്. ഓക്കെ. അത് ഫിസിക്കലി ആയിരിക്കും, പിന്നെ അത് മെന്റലി ആവും. ഓക്കെ. അപ്പൊ അത് കുഴപ്പമില്ല. ഓക്കെ റീന, യു ടേക്ക് യുവർ ടൈം, നോ പ്രോബ്ലം. യെസ്. ഓക്കെ. അപ്പോ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തിന് ഞാൻ പറയാം. ഇപ്പൊ ഫാത്തിമ പറഞ്ഞതും സോണിയ പറഞ്ഞതും രഞ്ജിത പറഞ്ഞതും ഏതാണ്ട് സെയിം ആൻസർ ആണ്. ഇതേപോലെ ശ്രമിച്ച രാജ്യമുണ്ട്, ഞാൻ പേര് പറഞ്ഞു. പക്ഷെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാല് ഭയങ്കരമായി ഇൻഫ്ലേഷൻ ഉണ്ടാവും. ഇൻഫ്ലേഷൻ വഴിയുടെ നാണയപ്പെരുപ്പുണ്ടാവും. സാധനങ്ങളും സേവനങ്ങളും വർദ്ധിക്കാതെ ഈ പൈസയുടെ അളവ് മാത്രം വർദ്ധിച്ചു കഴിഞ്ഞാലും ഭയങ്കരമായ വില കൂടുതൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും. നാണയപ്പെരുപ്പം ഉണ്ടാവുകയും സാധനങ്ങളുടെ വില ട്രമെൻഡസ് ആയിട്ട് ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഒരു ചായ കുടിക്കാൻ പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു ചാക്കിൻ്റെ അകത്ത് പൈസയും കൊണ്ട് വേണ്ടി വരും, ചായക്കുള്ള പൈസ. അതേപോലെ വർദ്ധിക്കും. പിന്നെ ഈ പൈസ എന്ന് പറയുമ്പോൾ അതിന് ഒരു വെലോസിറ്റി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ലോഡ്ജിന്റെ മാനേജർ ലോഡ്ജിന്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുക. മാനേജറും ഓർഡറൊക്കെ ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പൊ അയാളുടെ ഓഫീസിൽ ക്ലീൻ ചെയ്യുന്ന പെണ്ണ് വന്നിട്ട് പറയുന്നത്, ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാറേ എനിക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല, അപ്പൊ 1000 രൂപയാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പൊ അയാൾ പറയുന്നു ഓക്കെ തരാം എന്ന് പറയുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാള് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി വരിക. അപ്പൊ റൂം ബുക്ക് ചെയ്യാൻ വരുന്ന ആള് പറയുന്നു എനിക്ക് റൂം ബുക്ക് ചെയ്ത് നമ്മൾ റൂമൊക്കെ ഒന്ന് കാണണം, അത് കഴിഞ്ഞതിന് ശേഷമാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മാനേജർ ഞാൻ എന്താ നിങ്ങൾ പോയി കണ്ടോളൂ, പക്ഷെ കാണാൻ പോകുന്നതിന് മുമ്പ് 1000 രൂപ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം, എന്നിട്ടേ കാണാൻ പോകാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ട് ശേഷം റൂം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഈ പൈസ മടക്കി തരും. നേരെ മറിച്ച് റൂം ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് ആ പൈസ ഇവിടെ രേഖപ്പെടുത്തും എന്ന് പറയും. ഓക്കെ. അപ്പൊ അയാൾ 1000 രൂപ കൊടുത്തു.
അത് കഴിഞ്ഞതിന് ശേഷം മുറി കാണാൻ വേണ്ടി അദ്ദേഹം മുറിയിലേക്ക് പോയി. അപ്പോ 1000 രൂപ ഇപ്പോ ആരുടെ കയ്യിലുണ്ട്? ഈ ലോഡ്ജിന്റെ മാനേജറുടെ കയ്യിലുണ്ട്. അയാൾ അവിടെ ജോലി ചെയ്യുന്ന സീപ്പറായ പെൺകുട്ടിയെ വിളിക്കുന്നു. എന്താ പറയുന്നത്, നിനക്ക് 1000 രൂപയുടെ തരാനുള്ളത്, കഴിഞ്ഞ മാസത്തെ സാലറി പിടിച്ചു 1000 രൂപ, ഈ 1000 രൂപ എടുത്ത് അയാൾ കൊടുക്കും. അപ്പൊ ഈ മാനേജറുടെ കയ്യിൽ ഈ 1000 രൂപ അല്ലാണ്ട് വേറെ പൈസ ഇല്ലാന്ന് വിചാരിച്ചോണ്ട് അത് കൊടുക്കുന്നു. അപ്പോ ആ പൈസ അപ്പോ ആ സീപ്പറിന്റെ കയ്യിൽ വന്നു. സീപ്പർ ഉടനെ മാനേജരോട് പറയുന്നു, എനിക്ക് ഞാൻ അപ്പുറത്തെ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങുന്നത്, ആ കടയിൽ കഴിഞ്ഞ മാസത്തെ പൈസ ഒരു 1000 രൂപ ഞാൻ കൊടുക്കാനുണ്ട്, ഞാനത് കൊടുത്തിട്ട് ഇപ്പൊ വരാം. അങ്ങനെ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങി തൊട്ടപ്പുറത്തുള്ള ഷോപ്പിൽ പോയി കൊടുക്കാനുള്ള 1000 രൂപ കൊടുത്തു. തിരിച്ചു വന്ന് ജോലി ചെയ്തു. അപ്പൊ ആ 1000ന്റെ നോട്ട് എവിടെ എത്തി? ആ നോട്ട് എത്തിയത് ആ ഷോപ്പിന്റെ ഉടമസ്ഥന്റെ കയ്യിലാണ്. അപ്പൊ അയാൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോ അയാളുടെ വീട്ടിൽ പാല് കൊണ്ടുവരുന്ന പാലക്കാരൻ അതിലേക്ക് പോകുന്നു. ആ പാൽക്കാരന് കഴിഞ്ഞ മാസം പൈസ കൊടുത്തിട്ടില്ല. അപ്പൊ അയാള് പാൽക്കാരനെ വിളിക്കുന്നു, ഇതാ ഇവിടെ വരിക, വന്നു, കഴിഞ്ഞ മാസം പൈസ വേണ്ട 1000 രൂപ പിടിച്ചു. 1000 രൂപ പാൽക്കാരന് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പാൽക്കാരൻ ചിന്തിക്കുന്നത്, പാൽക്കാരൻ ഒരു 1000 രൂപ നമ്മുടെ ലോഡ്ജിന്റെ ഉടമസ്ഥന് വായ്പ വാങ്ങിച്ച് പൈസ മടക്കി കൊടുക്കാറുണ്ടായിരുന്നു. പാൽക്കാരൻ ആ പൈസയുമായിട്ട് ലോഡ്ജിന്റെ ഉടമസ്ഥന്റെ അടുത്തേക്ക് വരുന്നു. ആ ലോഡ്ജിന്റെ ഉടമസ്ഥന് കൊടുക്കാനുള്ള 1000 രൂപ കൊടുക്കുന്നു. യെസ്. ഇനി നേരത്തെ മുറി നോക്കാൻ പോയ ആള് താഴേക്ക് ഇറങ്ങി വരുന്നത് വന്നിട്ട് അദ്ദേഹം വന്ന് പറയുന്നു, മുറി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നു. ഞാൻ തന്ന പൈസ മടക്കി തരാൻ പറയുന്നു. 1000 രൂപ ഇപ്പൊ അയാളുടെ കയ്യിൽ എത്തിയല്ലോ. മാനേജർ 1000 രൂപ മടക്കി കൊടുക്കും. യെസ്, അയാൾ ആ പൈസയുമായി പോകുന്നു. അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ എത്ര പേരുടെ ട്രാൻസാക്ഷൻ നടന്നവിടെ? ആ പെൺകുട്ടിയുടെ കടം വീട്ടി, കടക്കാരന്റെ ഷോപ്പുകാരന്റെ കടം വീട്ടി, പാൽക്കാരന്റെ കടം വീട്ടി, തിരിച്ച് ലോഡ്ജിന്റെ ഉടമസ്ഥന് കൊടുക്കാനുള്ള കടം കണ്ട ഇത്രയും. അപ്പൊ ഒരു 1000 രൂപ എന്ന് പറയുന്നത് 4000 രൂപയുടെ ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നമ്മളൊരു നോട്ട് ഇങ്ങനെ അച്ചടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിക്കുന്നത് മാത്രമല്ല, അതിന്റെ മുകളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ ഉണ്ട്, അത് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്ക് ഈ നോട്ട് പിൻവലിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതുകൂടി പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് നോട്ട് അടിക്കുമ്പോൾ, 1,00,000 രൂപയുടെ നോട്ട് അടിക്കുമ്പോൾ 1,00,000 രൂപയുടെ സ്വർണ്ണം അവിടെ എടുത്ത് വെക്കും. കാരണം ഈ നോട്ട് കമ്പളത് കൂടുതലാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ബാങ്ക് എന്ത് ചെയ്യും? ഈ സ്വർണം എടുത്ത് വിൽക്കും. വിൽക്കുമ്പോൾ ആൾക്കാർ അത് വാങ്ങും. വാങ്ങുമ്പോൾ ആ 1,00,000 രൂപ ബാങ്കിന്റെ അടുത്തോട്ട് തിരിച്ചു വരും. ആ പൈസ ബാങ്ക് എന്ത് ചെയ്യും? പിന്നീട് പുറത്തിറക്കൂല, അത് സൂക്ഷിച്ചു വയ്ക്കും. അപ്പൊ സമ്പത്ത് വ്യവസ്ഥയിൽ പൈസയുടെ അളവ് കുറഞ്ഞില്ലേ? യെസ്. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ ഇക്കോണമി നിലനിൽക്കുന്നത്. ഓക്കെ. അപ്പൊ 1 രൂപ അല്ലെങ്കിൽ എത്ര രൂപ എന്ന് പറഞ്ഞാൽ അതിന്റെ വെലോസിറ്റി അത് വളരെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ പരിഗണിച്ചിട്ട് നമുക്ക് അതിലെ നോട്ടൊക്കെ ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. സാധനം നമ്മുടെ കയ്യിൽ പൈസ, ആതിരയുടെ കയ്യിൽ ലാവിഷായ പൈസ എന്ന് വിചാരിക്കും. പിന്നെ ആതിര എസ് താഴെ ഞാൻ നിൽക്കും. ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 100ന്റെ നോട്ടാണ് കൊടുക്കുള്ളൂ. അതിന്റെ പറയും ബാക്കി നീ ടിപ്പായിട്ട് എടുത്തോ 90 രൂപ, 10 രൂപ ആയിരിക്കും. കാരണം ആതിര എന്താണ്, വീട്ടിൽ ലാവിഷായ പൈസ ഇരിക്കല്ലേ. അപ്പോ ഇതെങ്ങനെ എല്ലാവരും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് സാധനങ്ങളുടെ വില എന്ന് വർദ്ധിക്കും. ടു മച്ച് മണി ചേസിങ് ടു ഫ്യൂ ഗുഡ്സ് എന്നാണ്. കുറച്ച് സാധനങ്ങൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ. ഓക്കെ. യെസ്. അപ്പൊ അത് കുഴപ്പമില്ല. വീണ്ടും നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ആതിര യെസ് കണ്ടിന്യൂ ചെയ്തോളൂ. If you are appointed as the Chief Minister of Kerala. I work with the Chief Minister of Kerala. Firstly, I will help the poor people. Okay. അത് പറഞ്ഞല്ലോ. ആദ്യം poor people പറഞ്ഞു, നല്ല വേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കേസ് പറഞ്ഞു, അതൊക്കെ വരും. ബാക്കി പറഞ്ഞാൽ മതി. ഓക്കെ. Provide a shelter facility. ഷെൽട്ടർ. ഓക്കെ. പ്രൊവൈഡ് ഷെൽട്ടർ. അപ്പൊ കയറി കിടക്കാനൊരിടം, പാർപ്പിടം. ഓക്കെ. Give health care to old people. Yes. Okay. Give financial assistance. ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ അതിന് വെരി ഗുഡ്. നിക്ക്. അപ്പൊ നമ്മൾ കാര്യം ആലോചിക്കുക.
അടുത്ത ദിവസം വരുമ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. ഇഫ് ഐ ആം ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള, ഞാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്കിൽ എന്ന് നിങ്ങളൊന്ന് മാനസികമായിട്ടൊന്ന് ചിന്തിക്കുക, ഒന്ന് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം അത് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്ന് പറയുക. ഞാനിവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് 2-3 മിനിറ്റ് നേരത്തെ നടത്തുന്നത്. ഓക്കെ, ഏറ്റവും നിങ്ങൾ ആരും റിയാക്ട് ചെയ്യാത്ത ആകെ നിങ്ങൾ 9 പേരേ ഉള്ളൂ. പിന്നെ റിയാക്ഷൻ കൂടി 2 വന്നു കഴിഞ്ഞാല് യെസ്. Yes, sir. Sir, I will reply next class. Today I can't. Okay, no Sorry, problem. sir. Sorry, Okay, sir. no. My mind is totally upset. Okay, no problem. അത് മനസ്സിലാവും. Okay, don't worry. Okay, we will meet in the next class. Okay. Okay, sir. Thank you. Thank you, sir. Okay.